വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സേ ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയ യാത്രയിലാണ്. ഇത് തെന്മല ഡാമാണ്, കാണാമല്ലോ ബാക്കിൽ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒരു 1 ഡേ ട്രിപ്പ് പോലെ ഇറങ്ങിയാണ്. ഇതിന് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് ആക്ച്വലി പെട്ടെന്നുണ്ടായ പ്ലാൻ കേട്ടോ. ഇത് സൺഡേ മോർണിംഗ് ആണ്. ഒരു 12:30 ഒക്കെ ആയി ഞങ്ങൾ ഇറങ്ങിയപ്പം. സച്ചി ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. വീക്കെൻഡ്സിലൊക്കെ വരും കേട്ടോ. സച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഞങ്ങളുടെ തുമ്പൂണിൽ ഒരു 2 hours ഉണ്ട്. അപ്പം ഞങ്ങളൊരു 12:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ഞങ്ങൾ എപ്പോഴും എല്ലാം വൈകിട്ടാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് പാർക്കിൽ പോകും, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ തുമ്പോണ് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ സ്റ്റക്കാണ്. കാരണം എങ്ങും പോകാൻ ആരും ഇല്ല ഒന്നാമത്. അപ്പം സച്ചി ഇങ്ങനെ വീക്കെൻഡ്സിലൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾ പുറത്തൊക്കെ പോകുന്നത്. ഞാനിപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഞാനങ്ങ് തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ ഡാമിൽ തെന്മല എത്തി. ഇവിടെ നിറയെ കുരങ്ങന്മാരാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ഒരു ശല്യമൊന്നും കാണൂലെന്ന്. പക്ഷേ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരെണ്ണത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അത് ആണെങ്കിൽ ഒരുമാതിരി ചീറ്റുമൊക്കെ കാണിക്കുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫോണൊക്കെ ഭയങ്കര സൂക്ഷിച്ചാണ് വെച്ചിരുന്നത്. എങ്ങാനും എടുത്തുകൊണ്ട് പോയാൽ കഴിഞ്ഞില്ലേ. പിന്നെ കുറച്ച് നടക്കണം കേട്ടോ. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. അവിടെ താഴെ ഏതോ വണ്ടിയുണ്ട്, വണ്ടിയിൽ അവർ നമ്മളിങ്ങനെ കൊണ്ടുപോകും. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒന്ന് ജസ്റ്റ് കുഞ്ഞിനെയും എല്ലാം ഒന്ന് കാണിച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഇവിടെയൊന്നും കുഴപ്പമില്ല. ഇനി നമ്മളങ്ങ് ഡാമിൻ്റെ ടോപ്പിലോട്ട് പോകുമല്ലോ, അയ്യോ അന്നേരം ഒരു രക്ഷയില്ല. ഭയങ്കര വെയിലാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗിയാണ്, നല്ല കാറ്റൊക്കെയാണ്, ഭയങ്കര കാറ്റാണ്. പക്ഷെ നമുക്ക് ഈ കുഞ്ഞു ബേബീസിനെ കൊണ്ടൊക്കെ ഇല്ലേ, ഈ ടോഡ്ലേഴ്സിനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ കയറാൻ ഭയങ്കര പാടാണ്. പിന്നെ ഞങ്ങൾ രണ്ടും മാറിയാണ് എടുത്ത് സ്റ്റെപ്പ് കയറിയത്. ഈ സ്റ്റെപ്പ് കയറുന്നിടത്തൊന്നും അത്ര വലിയ വെയിലില്ല, എന്നാലും വെയിലുണ്ട്. പക്ഷേ ഡാമിൻ്റെ ടോപ്പ് എത്തുമ്പോൾ അറിയാമല്ലോ, നല്ല ഹൈറ്റൊക്കെയാണ്. അവിടെ ഭയങ്കര വെയിലാണ്, പക്ഷെ നല്ല കാറ്റാണ് കേട്ടോ. ഞാനിവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 8th ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 1 ഡേ ട്രിപ്പ് ഞങ്ങൾക്ക് ഈ തെന്മല, പിന്നെ എന്തായിരുന്നു അവിടെ അടുത്ത് കൊളത്തു പുഴ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് 1 ഡേ ട്രിപ്പ് തെന്മലയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം തെന്മല വരുന്നത്. ഇതിപ്പോൾ എൻ്റെ 2nd ടൈം കേട്ടോ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. ഞാൻ 8th പഠിക്കുമ്പോഴാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം തൊട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ വരുമ്പോഴൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇന്നാണ്, അതായത് സൺഡേ ആണ്, ഞങ്ങൾ ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു പെട്ടെന്ന് റെഡിയായി ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുരങ്ങന്മാരിരിപ്പുണ്ട്, അതുകൊണ്ടൊരു കുരങ്ങനിരിപ്പുണ്ട്. അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾ പെട്ടെന്ന് സ്പീഡ് നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ജിപേ ഇല്ല. നമ്മൾ താഴെ ടിക്കറ്റ് കൗണ്ടറിലാണെങ്കിലും നമ്മൾ റെഡി ക്യാഷ് കൊടുക്കണം. ടിക്കറ്റ് ജിപേ ഒന്നുമില്ല. അതുമല്ല വോഡഫോണിനെങ്ങാണ്ട് റേഞ്ച് ഉള്ളൂ. ഈ ജിയോയ്ക്കൊക്കെ റേഞ്ച് കുറവാണ്. ടോപ്പിൽ വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ താഴെ ഒന്നുമില്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ വ്യൂ. എന്ത് ഭംഗിയാണല്ലേ. പക്ഷെ നല്ല കാറ്റാണ് കേട്ടോ. വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല കാറ്റാണ്. ഈ ഇരിക്കുന്നിടത്തൊന്നും വെയിലില്ല, ഇത് സൈഡാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ ഡാമിൻ്റെ ടോപ്പിലൂടെ നടക്കുമ്പോൾ അവിടെ നല്ല വെയിലാണ്. പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങ് വരെ നടന്ന് ചെന്നപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഐസ്ക്രീംസ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പകുതി വെച്ച് നിർത്തി. കാരണം കുഞ്ഞിനെയും കൊണ്ട് ഈ വെയിലത്ത് എങ്ങനെ നടക്കുന്നത്. ഞങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ മഴ കാണുമെന്നാണ് വിചാരിച്ചു. പക്ഷെ മഴയൊന്നുമില്ല, നല്ല വെയിലാണ്. വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. ഞാൻ ലാസ്റ്റ് ഇവിടെ വരുന്നത്. എനിക്കത് തെന്മലയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടൊക്കെ ഉള്ളതായിരിക്കും. എന്തോ അതാണ് ആ ഡാമിൻ്റെ ടോപ്പിലൂടെ നമ്മൾ നടക്കുന്ന ആ ബ്രിഡ്ജ് പോലെ. പിന്നെ നല്ല വ്യൂ ആണ്, എന്തോ നല്ല രസമുണ്ട്. ആ വാട്ടറിൻ്റെയൊക്കെ കളറൊക്കെ ഭയങ്കര നല്ല രസം. ഇത്രയും ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്നതുകൊണ്ടായിരിക്കും, ഡാമിൻ്റെ വാട്ടർ ആണല്ലോ, അതുകൊണ്ടായിരിക്കും നല്ല തെളിഞ്ഞിങ്ങനെ കിടക്കുന്നു. പിന്നെ ഇത്രയും കാടും മേടും ഒക്കെ നമ്മുടെ ഇത് കൊല്ലം ജില്ലയാണല്ലേ. കാടും മേടും ഒക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. ഈ സിറ്റി ലൈഫിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ അത്യാവശ്യമാണ്. പക്ഷെ ഞങ്ങൾ അവിടെ പോകാറുണ്ട് കേട്ടോ. ഞങ്ങളവിടെ പൊന്മുടിയുണ്ട്, പിന്നെ അവിടെ ഒരു ഡാമുണ്ടല്ലോ, ഏതായിരുന്നു, ഞാൻ പോയിട്ടുണ്ടോ അവിടെ. ഇവിടെ എൻ്റെ വീട്ടിൽ തുമ്പോട് വന്നാലേ ഉള്ളൂ ഞാൻ ഈ വീട്ടിൽ തന്നെ സ്റ്റക്കായി പോകുന്നത്. ട്രിവാൻഡ്രത്താണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെപ്പോഴും വൈകിട്ടാണെങ്കിൽ എന്നും കുഞ്ഞിനെ കൊണ്ട് പാർക്കിലോട്ടും അല്ലെങ്കിൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് അവളുടെ സൈക്കിൾ കൊണ്ട് ഞങ്ങൾ വാക്കിങ്ങിനെങ്കിലും പോകാറുണ്ട്. പക്ഷെ ഇവിടെ വന്നാൽ ഇവിടെ തന്നെ സ്റ്റക്കാണ്. കാരണം നമുക്കങ്ങ് പോകാൻ ഡാഡി മമ്മിയല്ലേ ഉള്ളൂ, പിന്നെ നമുക്കങ്ങ് പോകാനുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പോൾ സച്ചി വരുമ്പോഴായിരിക്കും ഞങ്ങളിങ്ങനെ പുറത്തോട്ടേക്ക് ഒന്ന് ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുരങ്ങൻ വരുന്നുണ്ട്, ഒരു കുഞ്ഞു കുരങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു അമ്മക്കുരങ്ങ് ഈ കുഞ്ഞിനെ അതിൻ്റെ ദേഹത്തുനിന്ന് പേനൊക്കെ പറിക്കുവാന്ന് തോന്നുന്നു. അടുത്ത ഇനി ഞങ്ങൾ
അപ്പോൾ നമ്മൾ ഡാമിൽ നിന്ന് ഇറങ്ങി എൻ്റെ പൊന്നെ കയറി കയറി ഒരു പരുവായി എന്ന് തന്നെ പറയാം. സോറി കേട്ടോ, റീഹാബിലിറ്റേഷൻ അല്ല റീഹാബിലിറ്റേഷൻ ഉണ്ടല്ലോ അവിടെ കയറാൻ വേണ്ടി. ഇവിടെ ആണെങ്കിൽ നമ്മുടെ GPay ഒന്നും ഇല്ല, കാരണം മുകളിലൊന്നും റേഞ്ച് ഒന്നും ഇല്ല. അപ്പോൾ റെഡി ക്യാഷ് വേണം, നമ്മൾ ക്യാഷ് കൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ ഈ ഡിയർ റീഹാബിലിറ്റേഷന് സച്ചി പോയി നോക്കിയിട്ടുണ്ട് എന്തുവാണെന്ന്. GPay ആണെങ്കിൽ നമുക്ക് പറ്റുള്ളൂ, നമ്മൾ ക്യാഷ് കൊണ്ട് നടക്കാത്തതുകൊണ്ട് പാടാണ്. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. അങ്ങനെ എന്തായാലും ഇവിടെ GPay എന്തായാലും കിട്ടി കേട്ടോ. ഞങ്ങളങ്ങനെ ഇപ്പം ഇവിടെ മ്ലാവും മാനുമാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം അവരെയും കൂടെ ഒന്ന് മീവെല്ലാം കാണിക്കാമല്ലോ. മാവിനെയും മ്ലാവും പിന്നെ എന്തുവായിരുന്നു മാനിനെയൊക്കെ കണ്ടിട്ട് വരാം. അവരവിടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പതുക്കെ നമുക്ക് ഇവിടെ മ്ലാവിനെ കാണാം. ഞങ്ങൾ അവളെ കുഞ്ഞിലൊരു 1 ഇയർ ആവുന്നതിന് മുന്നേ ആണെന്ന് തോന്നുന്നു, മീൻസ് അവൾക്കൊരു വയസ്സാവുന്നതിന് മുന്നേ ആണെന്ന് തോന്നുന്നു. അത് ജനുവരിയിലാണ് ഒരു വയസ്സായത്. അപ്പം ഞങ്ങളാണെങ്കിൽ ട്രിവാൻഡ്രം സൂയിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. അവിടെയുണ്ട് നിറയെ മാനും മ്ലാവും ഒക്കെ. പക്ഷെ കുഞ്ഞായതുകൊണ്ട് എനിക്ക് ഓർത്തിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴാകുമ്പോൾ കുറച്ചുകൂടെ അറിയാം, നടക്കുന്ന പ്രായമാണല്ലോ. അപ്പം കാര്യമായിട്ട് ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതാ ഇങ്ങനത്തെ വെള്ളത്തേക്ക് കാണുന്നത്. അതിനെ എഴുതി വെച്ചിട്ടുണ്ട് വെൺ തേക്കെന്നൊക്കെ. സത്യം നല്ല കളറാണ് കേട്ടോ, നല്ല വെളുത്തിരിക്കുകയാണ്. പിന്നെ അടുത്തത് മാനാണ് കേട്ടോ. പക്ഷേ ഈ കൊമ്പൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗി. കണ്ടിട്ടുണ്ട്, എന്നാലും വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു രസം. പിന്നെ ഞാൻ ചുമ്മാ ഒരു ഇല എടുത്ത് നീട്ടിയതാണ്. അവിടെ കിടന്ന കരിഞ്ഞ ഇലയൊക്കെയാണ് നീട്ടുന്നത്, പക്ഷെ ഒരാൾ വന്നിരുന്ന് കാര്യമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് നീട്ടിയത്, അന്നേരത്തേക്കിന് ദേണ്ടി വരുന്നു. പിന്നെ വേറെ ആൾക്കാർ അത് കണ്ടിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്, അവിടെ കിടന്ന ഇലയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ വേറൊരിടത്തിന് വേറൊരു വലിയ ഇല, വലിയ കാര്യത്തെ മീവൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് മൈൻഡ് ചെയ്യുന്നില്ല, അതിന് വേണ്ട. ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ട് കൊടുത്തപ്പോൾ അതിന് വേണ്ട. പക്ഷെ ഞാൻ 8th പഠിക്കുമ്പോൾ ഞാൻ വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ ഒരു ഏറുമാടം പോലെ മുകളിൽ ഉണ്ടായിരുന്നു ഒരു ട്രീ ടോപ്പിൽ. ഞാനത് കയറിയതും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും കണ്ടില്ല. ഇപ്പോൾ ഇവിടെ മാനും മ്ലാവേ ഉള്ളൂ. പിന്നെ ഇതിന് കുറച്ച് അണ്ണന്മാരും ഉണ്ട്. പിന്നെ വേറൊന്നുമില്ല. പിന്നെ പിള്ളേർക്കുള്ള പാർക്ക് പോലെ ചെറുതായിട്ടൊരു പ്ലേ ഏരിയ ഉണ്ട്. മീവലിന് പിന്നെ അതിനൊന്നും വലിയ താല്പര്യമില്ല, കാരണം ഓൾറെഡി ഇതിൻ്റെ അകത്തെല്ലാം കയറി നടക്കുന്നതായതുകൊണ്ട് ആൾക്ക് ഇത് വലിയൊരു പുതുമയൊന്നുമല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പറ്റുമെങ്കിൽ നിങ്ങളും പോയിട്ടില്ലാത്തവർ പോവുക.